UDF കടന്നു വരികയാണ്. UDFന്റെ നഗരസഭാ മാർച്ച് കടന്നു വരികയാണ്. തമ്മിത്തല്ലും ഗുണ്ടായിസം, തമ്മിത്തല്ലും ഗുണ്ടായിസം. UDFന്റെ സീറ്റുകൾ ഇരട്ടിയായി. BJPക്ക് ഗണ്യമായിട്ടുള്ള ഒരു സീറ്റ് വർധന ഉണ്ടായിട്ട് ഈ നഗരസഭയുടെ ഭരണം ജനങ്ങളെ ഏൽപ്പിച്ചത് വികസനം നടത്തുവാനാണ്. നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞുകൊണ്ട് 45 ദിവസത്തിനകത്ത് നഗരത്തിന് വേണ്ടിയുള്ള ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിയാതെ എന്തിന് ഈ കേന്ദ്ര ബഡ്ജറ്റിൽ തിരുവനന്തപുരം ജില്ലയ്ക്കും കേരളത്തിനും ആനമൊട്ട മാത്രം സംഭാവന ചെയ്ത ഒരു കേന്ദ്ര സർക്കാരും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിസ്സംഗമായി പ്രവർത്തിക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണസമിതിയാണ് ഉള്ളത്. അനധികൃതമായ ആയിരക്കണക്കിന് ആളുകളെ 40,000 50,000 രൂപ ശമ്പളത്തിൽ ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ തിരികെ കയറ്റിയതിനെതിരെ ആര്യ രാജേന്ദ്രൻ അങ്ങോട്ടൊരു കത്ത് ശ്രീ ആനാവൂർനാഥനും ഇങ്ങോട്ട് ഒരു മറുപടി കത്ത് ആനാവൂർനാഥൻ ആര്യ രാജേന്ദ്രന് കൊടുക്കും. അങ്ങനെ കത്തിടപാടിലൂടെ ആളുകളെ നിയമിച്ചിരുന്ന സ്ഥിതിയിൽ നിന്ന് ഒരു മാറ്റവും 6 മാസമായിട്ട് ഉണ്ടായിട്ടില്ല. ചങ്കുറപ്പ് മേയർ ശ്രീ വി രാജേഷ് കാണിക്കാത്തത് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമാണെന്നുള്ളത് ശക്തമായി പറയുന്നത് UDF മാത്രമല്ല ഈ നാട്ടിലുള്ള ജനാധിപത്യ ബോധമുള്ള ആളുകളെല്ലാം പറയുന്ന കാര്യമാണ്. അതിനുശേഷം BJPക്കാർ പറഞ്ഞു ഞങ്ങളിതാ ഡൽഹിയിൽ പോകുന്നു, അവിടെ പോയി പ്രധാനമന്ത്രിയെ ഞങ്ങൾ കാണും, ഇവിടുത്തെ ആവശ്യങ്ങളെല്ലാം അവിടെ സമർപ്പിക്കും, അതെല്ലാം നേടിയെടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അവരെ കൗൺസിലർമാരെ വിളിച്ച് ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കണ്ടു, ഒരുമിച്ച് നിന്നു, പടമെടുത്തു, ചായ കുടിച്ചു, പിരിഞ്ഞു, പിന്നെ പോയി ഡൽഹി ചുറ്റി നടന്ന് കണ്ടിട്ട് തിരിച്ചു വന്നു.